ഹലോ, ഷഫീഖ് കളറ്റിലാണേ. ഞാൻ ഇന്നലെ 2 വീഡിയോകൾ കണ്ടു. മനസ്സ് ഉലച്ചു പോവുക, സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരം പറയുക. ഞാൻ അതാണ്, യെസ് എന്നാണ് നിങ്ങൾക്ക് ഉത്തരമെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരാണ്. നല്ല മനുഷ്യൻ പറഞ്ഞാൽ കാണാൻ സൗന്ദര്യമല്ല, മനസ്സ് നല്ല മനുഷ്യരാണെങ്കിൽ, ഇക്യു ഇമോഷണൽ കോഷൻ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ അവർ സമൂഹത്തോട്, കുടുംബക്കാരോട്, മക്കളോട്, എല്ലാ ആളുകളോടും നല്ലപോലെ പെരുമാറുള്ളൂ. കാരണം എന്താ അറിയോ? അവർ മറ്റൊരാളെയും വേദനിപ്പിക്കരുത് എന്ന് തോന്നുന്ന ആളുകളായിരിക്കും. മക്കളൊന്നും വേദനിപ്പിക്കില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങളെ മക്കളാവണമെന്നില്ല, ഏതെങ്കിലും മക്കളെ അവരുടെ തള്ളയായിക്കോട്ടെ വേദനിപ്പിക്കുന്നത്, ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഒന്ന് കൊടുക്കാൻ തോന്നുമോ? ആരായാലും മക്കളെ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്കിങ്ങനെ അരിശം കയറും, സങ്കടം വരും, ദേഷ്യം വരും. മക്കൾ ഉപദ്രവിക്കുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരാണ്. ഇന്തോനേഷ്യയിൽ പേരൻസ് അറിയുന്നോ അറിയില്ല, അവരുടെ മക്കളെ ഒരു ഡേ കെയറിലാക്കുകയാണ്. പമ്പേഴ്സ് കൊടുക്കുന്ന ചെറിയ മക്കൾ. അപ്പോൾ അങ്ങനെ മക്കളെ ഡേ കെയറിലാക്കിയിട്ട് ആ രക്ഷിതാക്കൾ അവരുടെ ജോലിക്ക് പോയതായിരിക്കാം. പക്ഷേ അവിടുത്തെ ഡേ കെയറിലുള്ള ആളുകൾ, സ്ത്രീകളടക്കം, സ്ത്രീകൾ തന്നെയാണ് കൂടുതലും, അവർ ചെയ്യുന്നത് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഉറക്കി കിടത്തുക. അവരനങ്ങാതിരിക്കാൻ, അവരെങ്ങോട്ടും ഓടിപ്പോവാതിരിക്കാൻ. ഓടിപ്പോകാന്ന് പറഞ്ഞാൽ മുട്ടിലെയോ അല്ലെങ്കിൽ നിരങ്ങി അങ്ങനെ പോകുന്നതോ ആയിരിക്കുമല്ലോ. ചെറിയ മക്കളാണ്, 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സൊക്കെ. അത് ചെയ്യാതിരിക്കാൻ അവരെന്ത് ചെയ്യുന്നറിയോ? കാലും കൈയും കൂട്ടിക്കെട്ടിയിടുക, ക്രൂരത കാണിക്കുക ഈ മക്കളോട്. അത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. ഒരു കാര്യം നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മക്കളെ നോക്കാനാവുന്നില്ലെങ്കിൽ ഒന്ന്, നിങ്ങൾ പ്രസവിക്കാതിരിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സുരക്ഷിതമാണോ എന്നുള്ള അറിയുക. അവിടുത്തെ ക്യാമറൻ്റെ ആക്സസ് വാങ്ങാൻ പറ്റണം. അല്ലാതെ ആ മാനേജ്മെൻറ്റ് കണ്ടിട്ട് കാര്യമല്ല. നിങ്ങൾ അവിടുത്തെ ക്യാമറൻ്റെ ആക്സസ് കിട്ടണം നിങ്ങൾക്ക് രക്ഷിതാവാണെങ്കിൽ. രണ്ടാമത്തെ വീഡിയോ, ഇന്നലെ ബോട്ടപകടത്തിൽ മരിച്ച ആ അമ്മയും കുഞ്ഞും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര സന്തോഷകരമായിട്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് വെക്കേഷനിൽ പോയതല്ലേ. രക്ഷാപ്രവർത്തകർ അവരെ ബോഡി എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ആ അമ്മയുടെ കൈകൾ പിടിച്ച് വലിച്ചിട്ട് പോലും അത് വരുന്നില്ല എന്ന്. കാരണം എന്താ? ആ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ. ജാക്കറ്റ് ആ അമ്മ അണിഞ്ഞിട്ടുണ്ട്, പക്ഷെ മകനില്ല. എന്നിട്ട് പോലും ആ ജാക്കറ്റ് അണിഞ്ഞ